ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാനിന്ന് എന്താ മുടിയെ കഴിച്ചിങ്ങനെ ഇട്ട് നിൽക്കണമെന്നല്ലേ. ഇന്ന് നമുക്കൊരു എണ്ണ കാച്ചിയാലോ. ഇത് മുടി ഉണ്ടാവാനൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഈ ഹെറിഡിറ്ററി ആയിട്ട് മുടി ഉള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് മുടി കൊഴിഞ്ഞൊക്കെ പോവില്ലേ. അപ്പം അങ്ങനെ കൊഴിയാതിരിക്കാൻ, പിന്നെ താരനൊന്നും വരാണ്ടിരിക്കാനായിട്ട്, പിന്നെ നല്ല ഉറക്കം കിട്ടാൻ ഇതിനൊക്കെ ഈ എണ്ണ നല്ലതാണ് കേട്ടോ. ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലേ മുതൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം. ആലുവേര, കറിവേപ്പില, കയ്യോന്നി അല്ലെങ്കിൽ കയ്യുണ്യം, ആര്യവേപ്പില, ചുമന്ന തുളസിയില, മൈലാഞ്ചിയില, പിന്നെ 2 കടുക്ക, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കുരുമുളക്. ഇനി ഇതൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ഇലയൊക്കെ മുഴുവൻ പറിച്ചെടുത്തു. മറ്റേ കയ്യോന്നിയുടെ ഇല മാത്രമല്ല, അതിൻ്റെ തണ്ടും കിളന്ത് തണ്ടൊക്കെ എടുക്കാം കേട്ടോ. എടുത്തു, ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ആലുവേരയുടെ ആയാലും പൾപ്പ് മാത്രം എടുത്തു. ഈ പൾപ്പിട്ടാണ് ഞാനിത് അരയ്ക്കാൻ പോണത്. ഞാൻ വെള്ളം ചേർക്കാറില്ല കേട്ടോ. അപ്പം അത് മൊത്തം നമ്മൾ അരച്ചെടുത്തു. വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം വെള്ളം ചേർത്ത് ഇത് വറ്റാനായിട്ട് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ആലുവേരയുടെ ജെല്ലിട്ട് തന്നെ വേണം നമ്മൾ അരയ്ക്കാൻ. ഓക്കെ, പിന്നെ നമ്മുടെ പാത്രം റെഡിയായി. എണ്ണ കാച്ചാൻ, അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ പാത്രം എനിക്ക് ഫ്രണ്ട് കൊണ്ടുത്തന്നത് കേട്ടോ. ഇൻഡാലിയാണിത്. പിന്നെ ഞാൻ ആ കടുക്ക പൊട്ടിച്ചു, അതിൻ്റെ തോട് മാത്രമേ എടുത്തുള്ളൂ, അകത്തുള്ള കുരു എടുത്തിട്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കൈവിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോയാൽ അത് ശരിയാവില്ല. പിന്നെ നന്നായിട്ട് തിളച്ച് തുടക്കുമ്പോൾ കുറച്ചൊന്ന് കൈവിട്ടാലും കുഴപ്പമില്ല, പക്ഷേ തുടക്കത്തിൽ ഈ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടി പിടിക്കരുത് കേട്ടോ. എണ്ണ പച്ച കളർ. നമ്മൾ അതിൽ കുരുമുളകില്ലേ, അതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ, ക്രഷ് ആവുന്നതാണ് കേട്ടോ ഇതിൻ്റെ പാകം. കണ്ടോ, ചതഞ്ഞു പോകുന്നതല്ല, ഇങ്ങനെ ക്രഷ് ആവണം, അതാണ് അതിൻ്റെ പാകം. അപ്പം തന്നെ അത് ഓഫ് ചെയ്യണം. കണ്ടോ, അത് ഒരുപാട് കുറഞ്ഞു. ഇനി ഇതിപ്പോൾ ഞാൻ തണുത്ത് കഴിയുമ്പോഴേ ഇത് അരിച്ചെടുക്കുള്ളൂ. ഇപ്പോൾ ഞാൻ അടച്ച് വയ്ക്കുക. ഓക്കെ, നമ്മളെ ഇത് ആറിയിട്ട് അരിച്ചൊഴിക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു നെറ്റ് മാത്രം വെക്കാതെ ഒരു നല്ല ക്ലീൻ ക്ലോത്ത് കൂടെ ഇട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരുപാട് ഇങ്ങനെ ആ റെസിഡ്യൂസൊക്കെ ഇല്ലേ മറ്റേ ഇലയുടെയൊക്കെ, അതൊക്കെ ആ എണ്ണയിലേക്ക് വീഴാതിരിക്കും. ഓക്കെ, ആ ക്ലോത്ത് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം, ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട്, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിനെ കാറിൽ ഒരു എണ്ണയ്ക്ക്, അല്ലെങ്കിൽ ഇത് 1 ഇയർ വരെ ആ എണ്ണയിരിക്കും. ഹായ്, കണ്ടോ, ഒരു കുപ്പി എണ്ണ കാച്ചിയിട്ട് എനിക്ക് ആകെ കിട്ടിയത് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇതെനിക്കൊരു 7 മാസം വരെ ഇത് ഉപയോഗിക്കാം കേട്ടോ, അത്രയ്ക്കുള്ളതുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ ആഴ്ച 2 ദിവസമേ തേക്കാറുള്ളൂ, ചൊവ്വ ആൻഡ് വെള്ളി. അത് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് ചൂടാക്കിയിട്ട് എല്ലാ തലയോട്ടിൽ കംപ്ലീറ്റ് മസാജ് ചെയ്ത് 5-6 മിനിറ്റ്സ് മസാജ് ചെയ്യും. അതൊരു 1 അവർ ഞാനിത് അവിടെ ലീവ് ചെയ്തിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കഴുകിക്കളയും. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ വാടികയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എല്ലാവരും എണ്ണ ഉണ്ടാക്കുക, മുടിയിൽ തേക്കുക, എല്ലാവരുടെയും മുടി ഇങ്ങനെ ഉഷാറായിട്ട് വളരട്ടെ. ടേക്ക് കെയർ, ബൈ.